നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടല്ലോ, അപ്പോൾ അവിടെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. അപ്പം ഗണപതി ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു പ്രദക്ഷിണം, ശ്രീകൃഷ്ണന് 2 പ്രദക്ഷിണം, ശിവക്ഷേത്രമാണെങ്കിൽ 3 പ്രദക്ഷിണം, സുബ്രഹ്മണ്യന് 6 പ്രദക്ഷിണം, ദേവിക്ക് 7 പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? എന്തെങ്കിലും ഇതിൽ യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമുക്ക് ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ എണ്ണത്തിൽ എന്തുമാത്രം ശാസ്ത്രീയതയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര നിശ്ചയമില്ല. എന്നാലും അതിൽ ചില ചിന്തകളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യമാണ് ഏറ്റവും. പ്രദക്ഷിണവും നമ്മുടെ നമസ്കാരം ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യമാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ നമ്മളെയൊക്കെ പൂർവ്വർ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കാരണവന്മാരെ നമസ്കരിക്കുക എന്നുള്ളത് നമ്മളെന്താണ് ചെയ്യുക? ഒരു പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു കാരണവന്മാർ ഒരു പലകയിൽ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ചുറ്റും പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാളെ, അതായത് നമ്മുടെ ഒരച്ഛനെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമ്മൾ നമസ്കരിക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല വൈഭവമുള്ള ഒരു മഹാത്മനെ നമ്മൾ നമസ്കരിക്കുക എന്ന് വയ്ക്കുമ്പോൾ ആ ഒരാളെ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതിന് വേണ്ടിയാണ് ആ ഒരു പ്രദക്ഷിണം വരിക. അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് നമ്മൾ ആ ഒരു മഹാത്മാവിനെ നമ്മൾ കാണുന്നു, എന്നിട്ട് നമ്മൾ ചുറ്റും പ്രദക്ഷിണം വെച്ച് അതിനെ ചുറ്റും കണ്ട് ആ ഒരു രൂപവും അദ്ദേഹത്തിൻ്റെ ഭാവവും അദ്ദേഹത്തിൻ്റെ നിൽപ്പും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചുറ്റും പ്രദക്ഷിണം വെച്ച് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യത്തെ ബാക്കി നമ്മളിലേക്ക് ആവാഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹം നൽകുന്ന അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ഒരു ചൈതന്യം ലഭ്യമാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ പ്രദക്ഷിണം എന്നുള്ളത് ശരിക്കും നമ്മൾ ഒരു 360 ഡിഗ്രിക്ക് അല്ലെങ്കിൽ വേണ്ട മിനിമം 4 വശങ്ങളോ അല്ലെങ്കിൽ 6 വശവും നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ചിന്തിക്കാൻ, ഒബ്സർവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അതിനുശേഷമാണ് നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ഇതുതന്നെയാണ് ക്ഷേത്രങ്ങളിലുള്ള പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുക.